ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഊട്ടി. എവിടെയാ പെൺകുട്ടി? അതായത് ആ പെണ്ണും കുട്ടിയും എവിടെയെന്ന്? അകത്തുണ്ട്. കണ്ടാലൊരു മറ്റേ ലുക്കുണ്ടോ? എന്നുവെച്ചാ? അല്ലെങ്കിൽ വേണ്ട, എനിക്കൊരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവും. Come on. സർ, ഇതാ മുറി. മറ്റേ ലുക്കില്ല. എന്താ പേര്? എവിടെയാ വീട്? നീ കോൺവെന്റ് ബസിന്റെ മോളെ കയറി എന്തിനാ? ഊമയാണോ? പാവം ഊമയാണെന്ന് അതാ മിണ്ടാത്തെ. ജന്മന ഊമയാ? അതെ, ജന്മന ഊമയാ. ഇപ്പൊ മിണ്ടിയല്ലോ. ഇപ്പൊ മിണ്ടിയോ? ഇല്ല. ആ, തോന്നിയതായിരിക്കും. ഈ സബ് ഇൻസ്പെക്ടർ ശങ്കരൻ പോറ്റി നീ മണ്ടലാക്കരുത്. പേര് പറയണേ. ശങ്കരൻ പോറ്റി. ഓഹോ, നമുക്ക് രണ്ടുപേർക്ക് ഒരേ പേരാ. എന്റെ അല്ല, നിന്റെ പേരാ പറഞ്ഞേ. നിന്റെ പേര് പറയണേ. തിലോത്തമ. നിന്റെയോ? ഓ, ആ, ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ഇതിനെ എങ്ങനെ അറിയാം? കുറച്ചു മുമ്പ് പരിചയപ്പെട്ടതാ. പിന്നെ ആരറിയാം? നിന്നെ എങ്ങനെ അറിയാം? ഇപ്പൊ പരിചയപ്പെട്ടില്ലേ? ട്രബിളുണ്ട്, ട്രബിളുണ്ട്. ഇത് കുറച്ച് കൂടിയനുമാ. എടോ, ആ ഫോട്ടോഗ്രാഫറെ വിളിക്കേ. സർ, നോക്കി നിൽക്കാതെ വേഗം ഇടറോ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എന്നെ കല്യാണം കഴിക്കോ? ഒരു കുട്ടി ഫ്രീ ഉണ്ട്. ഇവളുടെ മാത്രം എടുത്താ മതി. തൽക്കാലം നിങ്ങൾ ഇവരെ സംരക്ഷിക്കേണ്ടി വരും. ഈ ഫോട്ടോ വെച്ച് ഞാൻ അന്വേഷിക്കട്ടെ. സാറിന്റെ മോൾ എവിടെയുണ്ടെന്ന് അതിവിദഗ്ധമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഞങ്ങൾ ഇവിടെ എത്തിച്ചു. അവൾ എവിടെയാ ഉള്ളത്? പറ പ്ലീസ്. അതൊന്നും ചോദിക്കരുത്. വളരെ അപകടം പിടിച്ച സ്ഥലത്താണ് ആ കുട്ടിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി. വളരെ സാഹസികമായി അതിബുദ്ധി ഉപയോഗിച്ച് വേണം അവളെ കടത്തിക്കൊണ്ടുവരാൻ. പിന്നെ റിസ്ക് കൂടുതലുള്ളതുകൊണ്ട് അന്ന് പറഞ്ഞ ഇരട്ടി തുക തരാം. അത് മതി. എങ്കിൽ പിന്നെ ക്യാഷ് റെഡിയാക്കി വെച്ചോളൂ. വിത്തിൻ 2 days സാറിന്റെ കുട്ടി ഇവിടെ എത്തിയിരിക്കും. ഓക്കേ. അയാളുടെ മോള് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് അഡ്വാൻസ് മേടിച്ചു. കേണൽ അറിഞ്ഞ പിന്നെ നമ്മുടെ ആവശ്യം എന്തിനാണ് തിരുമണ്ട. ഇനി ഒന്നേ ചിന്തിക്കേണ്ടു, കോൺവെന്റിലുള്ള അവളെ എങ്ങനെ കടത്തിക്കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവൾ കേണലിന്റെ മോൾ അല്ലെങ്കിലോ? അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. ആ പെണ്ണിന് വട്ടുണ്ട്. എന്താ അങ്ങനെ വെച്ചാൽ? ബോധമുണ്ടെങ്കിൽ പിന്നെ ആ വണ്ടിയുടെ മോളിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യും. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അവളുടെ അച്ഛനും അമ്മയും. നീ കേറാ. 5 ലക്ഷം ഇതൊക്കെ പെണ്ണ് തീർക്കുവാവോ? അപ്പൊ പെണ്ണ് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലുണ്ട്. അവളെ പിടിച്ച് കേണലിന് കൊടുത്താൽ 10 ലക്ഷം കിട്ടും. മാരുതിക്കാർ അവിടെ നിൽക്കട്ടെ, ടൈം ഉണ്ടല്ലോ. താടി അഴിഞ്ഞു പോയാലും പിടിക്കപ്പെടല്ലേ ഗുരുവായൂരപ്പ. ഞാൻ ഇതിന്റെ ഡ്രൈവർ. എന്നാ പിടിച്ചോ. തുറക്ക് തുറക്ക് തുറക്ക്. ഇറക്കി 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 പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. പെട്ടി കാലയിൽ ഇവിടുന്നോ കണ്ടടോ. ആദ്യമായിട്ടാ ഒരാള് പെട്ടിയിൽ ഊട്ടിയിൽ വരുന്നത്. ഭയങ്കര കനോടോ, വലിച്ചിട്ട് നീങ്ങണില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ അകത്തിരിക്കണത്. കല്യാണം കഴിക്കേണ്ടതാ. ഞാനും ഒരു അഡ്ജസ്റ്റ്മെന്റിലാ ഇവിടെ പുറത്ത് നിൽക്കുന്നത്. എനിക്ക് ശ്വാസം മുട്ടണേ. അതൊരു വേളാങ്കണ്ണി വന്ന എല്ലാം പൊളിയോട്ടോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ നിന്നോളാം. ഞാൻ ഫാദർ സിറിയൻ, തൃക്കുന്നപ്പുഴ സെമിനാരിന്ന് വരിക. എനിക്ക് മദറിനൊന്ന് കാണണം. അയ്യോ ഫാദർ, മദർ വേളാങ്കണ്ണിക്ക് പോയിരിക്കാം. 2 ദിവസം കഴിഞ്ഞേ വരും. ആണോ? അയ്യോ ഫാദർ, എന്തു പറ്റി? ആസ്മയാ. ഊട്ടിയിലെ തണുപ്പ് എനിക്ക് പിടിക്കില്ല. എനിക്കാണെങ്കിൽ മദറിനെ പിടിക്കാതെ മദറിനെ കാണാതെ പോവാനും പറ്റില്ല. എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. ഫാദറിന് തൽക്കാലം ഗസ്റ്റ് റൂമിൽ അക്കോമഡേറ്റ് ചെയ്യൂ. അന്നാമ്മ എന്തേ? അന്നാമ്മ അതാരാ? ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത സർവന്റാ. എന്താ സിസ്റ്ററെ,
ഗസ്റ്റ് റൂം വൃത്തിയാക്കണം. പിന്നെ അച്ഛന്റെ പെട്ടി താഴെ ഇരിപ്പുണ്ട്, അതെടുത്ത് മുറിയിലേക്ക് വെച്ചു. താങ്ക് യു സിസ്റ്റേഴ്സ്. ഇനി അന്നാമ താങ്ങിക്കോളും. അന്നാ വന്നാട്ടെ. അച്ഛോ, എന്തോ ഈ പെട്ടിയുടെ നമ്പർ നോക്ക്. 009. ഈ പെട്ടിക്ക് നമ്പർ ഇല്ല, വെറും 000. അച്ഛന്റെ SSLC മാർക്കല്ലേ ചോദിച്ചത്. അന്നാമോ അച്ഛൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കരുത്, ഞാൻ അൺമാരീഡാ. നന്നായി. ഇവിടുത്തെ എല്ലാ പെട്ടിയും ഞാൻ തന്നെ ചുമക്കണം. അവസാനം ഒരു പെട്ടി നിന്നെയും ചുമക്കും. എന്താ ഇത്? ഞാൻ ചുമച്ചതാ. അച്ഛൻ എവിടെ ഇരിക്കും? ഒന്നങ്ങോട്ട് താങ്ങിക്കോ. കൊല്ലം പറ്റിയോ? ഞാൻ പോയി റൂം ക്ലീൻ ചെയ്തിട്ട് വരാം. 00. പെട്ടി അവിടെ ഇരിക്കട്ടെ അന്നാമോ. എന്താ ഇത്? പൊടി. വികാരി അച്ഛനാണല്ലേ കള്ളൻ. സിബ് തുറക്കടാ. അകത്തിരിക്കണം നിന്റെ സിബ് ഞാൻ എങ്ങനെ തുറക്കാനാ? എന്റെ അല്ലടാ, പെട്ടിയുടെ സിബ് തുറക്കടാ പട്ടി. ഓ ഈ സിബ് ചെരിച്ചില്ലണ്ടേ, സൂക്ഷിക്കണേ. ഗുരുവായൂരപ്പ, ആരും വരല്ലേ. അയ്യോ, എന്താ ഫാദർ? ഗ്യാസ്മാ. പോര് 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 പോര്. എങ്ങനെ ഉണ്ടായിരുന്നു പെട്ടിയിലെ യാത്ര? 2 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അന്ത്യയാത്ര ആയേനെ. അയ്യോ ദൈവം കാത്തു. റീത്ത് വാങ്ങാൻ പോലും എന്റെ കാശില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഒളിക്ക്. എന്താ ദേ. കൈയോടെ പൊക്ക. കള്ള, നീ എന്തിനാ പെട്ടിക്കുള്ളി കയറിയേ? പുറത്ത് ഭയങ്കര തണുപ്പല്ലേ അല്ലേ? അതെ അതെ. നീ വേഷം കെട്ടിയ അച്ഛനല്ലേ? അല്ലല്ലല്ല. അല്ലേ? ഞാനിപ്പോ വിളിച്ചു സിസ്റ്റർ. ഞാൻ രക്ഷിക്കണം. ഞാൻ ഈ കാല് പിടിക്കാം. അയ്യോ ഇതെന്റെ ആണോ? കയ്യാ. ഈ കാല് പിടിക്കാം പ്ലീസ്. എന്നാ വാ. ഞാൻ പോയിട്ട് വരാം. അല്ല, അപ്പൊ ഇത് പെട്ടി എടുക്കണ്ടേ? എടാ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ എന്നെ എങ്ങോട്ടേ വലിച്ചിട്ട് പോണേ? മിണ്ടാതിരിക്ക്. ഇവിടെ ഇരിക്ക്. ഇവിടെയാ? ഉയ്ഷ്. അയ്യോ. ഐസ്ക്രീം തിന്നണ കാണിച്ചരാ. ദേ, അവിടെ അവിടെ മുഴുവൻ ഉടുപ്പിട്ട പിശാചുക്കളാ. ദൈവമേ, അവരെങ്ങാനും ഇങ്ങോട്ട് വരുമോ? ആരെങ്കിലും വരണു പൊളിച്ചോ? എവിടെ വിളിക്കാൻ? ഇതിലൊളിച്ചോ? ഭരണിയില. പിന്നെ ഭരണിയിലിട്ട് വെക്കാൻ ഞാനത് ഉപ്പ് വാങ്ങിയാ ഒന്നും ശരിയാവൂല. ശരിയാവും. ഇത് പിടിച്ചേ. നിനക്കിട്ട് ഞാൻ വെച്ചേ കുട്ടി പിശാചേ. ഓ, ഭരണിയിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞ് നാളത്തെ പത്രത്തിൽ നിന്ന് വായിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. എന്റെ പൊന്നാര മോക്ക് മോളെ. ഞാൻ തള്ളയല്ല. അപ്പുക്കുട്ടൻ അമ്മുക്കുട്ടി, നമുക്ക് പുറത്തു പോയിട്ടേ ആളുകൾ ഐസ്ക്രീം തിന്നുന്നത് കാണാം. വേണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുതിരപ്പുറത്ത് ടക്ക് എറണാകുളം വരെ പോവാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ കുട്ടിപ്പിശാചനെ കൊണ്ട് അവളുടെ തന്തയെ ഏൽപ്പിച്ചിട്ടെങ്കിൽ 5 ലക്ഷം രൂപ കിട്ടും. വേറെ ആരും കാണുന്നതിന് മുമ്പ് അടിച്ചോണ്ട് പോണല്ലോ. എന്താ പറഞ്ഞേ? കുന്തം. എന്നാ 2 എണ്ണം. അയ്യോ, ഞാൻ പിന്നെ വരാട്ടാ. ഓടി പ്രാന്തിച്ച്. പൊടി തടിച്ച്. നിന്റെ കാരോടത്ത് റെസിറ്റ് ഇല്ലടാ. എന്തിനു? ഈ വേഷം പിടിക്കപ്പെട്ട നീ എന്നെ ജാമ്യത്തിലെടുക്കാം. പോട്ടെടാ. ഞാനും വരട്ടെ നിന്റെ കൂടെ. അവളെ കാണാനല്ലേ? എടാ, ഇത് ജീവൻ മരണ പോരാട്ടോ. അതിന്റെ ഇടയിൽ പ്രേമം മണ്ണാകട്ടൊന്നും പാടില്ല. അയ്യോ അതല്ല, നിനക്കൊരു ധൈര്യത്തിന് കൂടെ വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, മീശയും പഠിച്ച് ഈ കുപ്പായിട്ടാ മതി. അയ്യോ, മീശ വടിക്കാതെ അകത്ത് കയറാൻ പറ്റിയൊരു വഴി നീ പറ. വടിക്കാതെ അകത്ത് കയറാൻ പറ്റിയ മാർഗം നീ ഇങ്ങോട്ട് ചേർന്ന് വഴി ഞാൻ കാണിച്ചു തരാ. മതിയാ? ഇതുപോലത്തെ 2 തലയുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. നടരാജ, പതുക്കെ. ഞാൻ തൃശ്ശൂർ കരമില്ലാത്ത മരത്തുനിന്ന് വരികയാ. ഇത് അവിടുത്തെ മദറിന്റെ ലെറ്ററാ. ഇരിക്കും. സോറി, എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെന്താ? മൂലഗുരുവിന്റെ അസുഖമുണ്ടേ. ഓ, ധ്യാനത്തിന് വന്നതല്ലേ? അന്നാമോ, എന്താ സിസ്റ്റർ? ലെഫ്റ്റ് സൈഡിലെ 4ാമത്തെ റൂം സിസ്റ്ററിന് കൊടുക്കും. സിസ്റ്റർ, ഇതെന്ത് പോതലാ? ഇതൊരു അസുഖമാ. അസുഖത്തിന്റെ പേര്. ലക്ഷത്തിൽ 319 പേർക്ക് വരുന്ന. ഇതിന് മരുന്നില്ലേ? ഇംഗ്ലീഷിൽ മരുന്നില്ല. ഹോമിയോയിൽ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ വിധി.
വരൂ പോകാം. എന്നെ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. അതാണ് എനിക്ക് ഇഷ്ടം. നാല് കാലുള്ള കന്യാസ്ത്രീയോ? ഇതാണ് മുറി. എന്താവശ്യം ഉണ്ടെങ്കിലും അന്നാമ്മയെ വിളിക്കാൻ മറക്കരുത്. എനിക്ക് തടിയുള്ളവരെ വലിയ ഇഷ്ടം. പിന്നെ അപ്പുറത്തൊരു വികാരിയച്ഛൻ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകരുത്, ഭാരം കുറപ്പിച്ചോളി. സിസ്റ്ററിന് പെട്ടിയൊന്നുമില്ലേ? ഇല്ല, വീട്ടിൽ പട്ടിയുണ്ട്. ആ, പട്ടിക്ക് നമ്പർ ലോക്കിലല്ല. ഇപ്പൊ അങ്ങനെ മാസമൊന്നുമില്ല. ആ സ്റ്റോപ്പെത്തി, ഇറങ്ങിക്കോ. ഇറങ്ങട്ടെ. ഓ, ഒന്ന് പ്രസവിച്ച സുഖം. കർത്താവെ, ആരും കാണാതെ അകത്ത് കയറി. ഞാൻ കണ്ടേ. ഹായ് തീലു, വാ നമുക്ക് പോവാ. നീ ആ വായി നോക്കി നീഗ്രോ അല്ലേ? അല്ല അല്ലേ? അല്ലെന്ന്. സിസ്റ്റർ, ആണ് 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 ആണ്. നീ എപ്പോഴാ കന്യാസ്ത്രീയായേ? ഞാനിപ്പോ വാ നമുക്ക് പോവാ. സമർക്കാ മാമനെ മോക്ക് മിഠായി വാങ്ങിച്ചു തരും. എനിക്ക് മുട്ടായി വേണ്ട. സിസ്റ്റർ, ശരിക്കും ഞാൻ തന്നെ കാണാൻ വന്നതാ. സത്യം? സത്യം. എന്നാ വാ, എന്റെ മുറിയിലേക്ക് പോവാ. മുറിലൊന്നും പോകാൻ പറ്റില്ല, വാ നമുക്ക് പുറത്തോട്ട് പോവാ. അല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. എടേ, ഞാൻ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇവിടെ നീ ഇവിടെ നിൽക്കും. വാ വാ. കുട്ടിയിൽ ഇതിന് മാത്രം കൊതുക. ഇത് കൊതുകല്ല, പട്ടിയാ. ഇതെന്താ ആരില്ലാത്ത കുട്ടികൾക്ക് താമസിക്കാൻ ഇതെന്താ അമ്മ തൊട്ടില്ല? എന്താണ് ബഹളം ഉണ്ടാക്കുന്നത്? പോയേ എന്റെ ദൈവമേ, മോളെ ഇങ്ങ് വാ. കൊത്തി കൊത്തി മോർത്തി കയറി കൊത്തണേ. എന്നെ എവിടെ കൊണ്ടുപോകുന്നേ? ഈ ഭരണിക്കുള്ളിൽ ഒളിച്ചോ? എന്തോ വേറെ ആളെ നോക്ക്. കേറാം കേറാം. ഭരണി എങ്കിൽ ഭരണി, മനുഷ്യന്. താങ്ക്സ്. വെൽക്കം. ഇത് വേണോ? വേണം. അമ്മേ.